ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് സീം അയൺ ബോക്സിൽ എങ്ങനെയാണ് ഒരു ഡ്രസ്സ് സീം ചെയ്യാം എന്നാണ് കേട്ടോ. അത് കടയിലുള്ള ഒരു അയൺ ബോക്സാണ്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അതാണ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കാണണം. ഇത് കേട്ടോ, ഇത് ഈ അയൺ ബോക്സിൻ്റെ അടിഭാഗമാണ്. ആ ഭാഗത്താണ് നമ്മൾ ഓണും ഓഫുള്ള സ്വിച്ച് ഉള്ളതും അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് നിറക്കേണ്ട ബോക്സ് ഉള്ളതും കേട്ടോ. വെള്ളം ആവശ്യത്തിന് ആദ്യം തന്നെ നിറച്ചു കൊടുക്കണം. ഇതുപോലെ ഇതിങ്ങനെ ഒരു പിടുത്തുണ്ട്, അതിന് പൊക്കിയെടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലോ, അത് തിരിച്ച് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഞാനൊരു കൈ കൊണ്ട് തന്നെ ചെയ്യണോ, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണോണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അത് കണ്ടോ. എന്നിട്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെക്കുക. ഇതിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കുപ്പിയിലുള്ള വെള്ളത്തിൽ നിന്ന് ഒരു പകുതിയോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഒരൊറ്റ ഡ്രസ്സാണ് നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്മേൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സ്, ഏത് ഡ്രസ്സാണെങ്കിലും ആ ഡ്രസ്സ് ആങ്കർ ചെയ്യേണ്ടത്. ആ ഡ്രസ്സ് ആങ്കർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സീം അയൺ ബോക്സ് കൊണ്ട് നമ്മൾ സീം ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, മുകളിൽ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് മാത്രമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചുളിവൊക്കെ കണ്ടില്ല, നന്നായിട്ട് ചുളിഞ്ഞൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അത്. ഇനി ഇതാ നമ്മൾ സീം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് സീം ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് നല്ല ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും. ഡ്രസ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പെട്ടെന്ന് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഈ പെട്ടെന്ന് നമുക്ക് അയൺ ബോക്സൊക്കെ ആകുമ്പോൾ കുത്തി കൊടുത്ത് ഒക്കെ ചെയ്യണ്ടേ. ഇതും ഓൾറെഡി കുത്തി കൊടുക്കണം, പക്ഷേ നമുക്ക് നമ്മളെ ആങ്കറിൽ തന്നെ ഇട്ടിട്ട് ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. മറ്റത് നമുക്ക് ഇതുപോലെ തന്നെ മേശയിലൊക്കെ ഇട്ട് വീരിയൊക്കെ ഇട്ട് ഒക്കെ ചെയ്യണം. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, രണ്ട് ഭാഗവും നമുക്ക് വേറെ വേറെ തന്നെ കാണാൻ കഴിയും. എത്ര കണ്ട് വീഡിയോ ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അയൺ ബോക്സാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒരു ഭാഗം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ കളർ ചേഞ്ച് ആയത് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളം നനവ് ഉണ്ടാവും, ഒരു ആവിയുടെ ഒരു വെള്ളം നനവ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തത്, ഇതൊക്കെ കടയിൽ ചെയ്ത എംബ്രോയ്ഡറി വർക്ക് കേട്ടോ. ഇത് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. മുത്തോ കല്ലോ ഒന്നും പൊട്ടോ ഒന്നും അങ്ങനത്തെ ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല. അതുകൊണ്ട് നേരിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ സീം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനി ഇപ്പോൾ ഞാനിതിനെ നേരെ നിവർത്തി കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നന്നായിട്ട് തന്നെ ചുളിവുള്ള ഭാഗവും ചുളിവില്ലാത്ത ഭാഗവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ. എടുത്ത് വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കസ്റ്റമറൊക്കെ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അയൺ ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു അയൺ ബോക്സ് ഉണ്ടെങ്കിൽ വേഗം ആങ്കറിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഒരു പൊട്ടിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു അയൺ ബോക്സ് ഉണ്ടാവുന്നത് കുറച്ച് ബെറ്റർ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ കണ്ടോ, അതിൻ്റെ എല്ലാ ഭാഗവും ചുളിവൊക്കെ നീർന്ന് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അയൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പറയുന്നത് എത്ര കണ്ട് ക്ലിയർ ആണെന്നോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ ലെങ്ത്താണോ, എൻ്റെ സംസാരം ബോറാവുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പറയണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.